നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. ഭീതിയുടെയും മരണത്തിന്റെയും നിരാശയുടെയും നിഴലിൽ ജീവിതം അർത്ഥശൂന്യമായി തള്ളി നീക്കിയ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ തങ്ങൾക്ക് ധൈര്യവും സാന്ത്വനവും സുരക്ഷിതത്വവും പകർന്ന അപരിചിതനോട് പറഞ്ഞ വാക്കുകളാണിവ. തങ്ങളുടെ കൂടെയുള്ളത് ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ആ അത്ഭുത സാന്നിധ്യം എന്നേക്കും തങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനായി അവർ വാഞ്ചിച്ചു. മനുഷ്യരോടൊപ്പം ആയിരിക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു എന്ന ദൈവം തന്നെയായിരുന്ന ആ അത്ഭുത സാന്നിധ്യം അപ്പം മുറിച്ചു വിളമ്പി തൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യമായി പരിശുദ്ധ കുർബാന ലോകത്തിൽ ശേഷിപ്പിച്ചിട്ടാണ് ആ ശിഷ്യന്മാരിൽ നിന്നും സ്വയം അപ്രത്യക്ഷനായത്. അങ്ങനെ തങ്ങളോടൊത്തു വസിച്ചാലും എന്ന ശിഷ്യന്മാരുടെ ആഗ്രഹത്തിന് യുഗാന്ത്യത്തോളമുള്ള സാഫല്യമായി യേശു പരിശുദ്ധ കുർബാനയിൽ അനുദിനം സ്വയം മുറിച്ചു വിളമ്പുന്നു. സത്യമായും യഥാർത്ഥമായും സത്താപരമായും ഒരു ചെറിയ അപ്പക്കഷ്ണം യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ ആകുന്നത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും ശാസ്ത്രത്തിന് അജ്ഞാതവും പ്രകൃതിക്ക് അതീതവുമായ അത്ഭുതങ്ങളിൽ മഹാ അത്ഭുതമാണ്. ലോകത്തിന്റെ എല്ലാ യുക്തിഭദ്രതയും അതിലംഘിക്കുന്ന ഈ സത്താ പരിണാമം സത്യമാണ് എന്നും അനിഷേധ്യമെന്നും അടിവരയിട്ട് തെളിയിക്കുന്നവയാണ് കാലചക്രത്തിലുടനീളം വിവിധ സ്ഥലങ്ങളിലും വിവിധ രീതികളിലും സംഭവിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. വിശ്വസിക്കുന്നവർക്കും അവിശ്വസിക്കുന്നവർക്കും കണ്ട് വിശ്വസിക്കത്തക്ക വിധത്തിൽ ജീവൻ തുടിക്കുന്ന ശാസ്ത്ര വിശദീകരണങ്ങൾ ഇല്ലാത്ത പ്രതിഭാസങ്ങളായി മാറ്റമില്ലാതെ ഒളിമങ്ങാതെ അവ ഇന്നും തുടരുന്നു. അത്ഭുതങ്ങളിൽ മഹാത്ഭുതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആയിരത്തി 1730 മലാക്കി എഴുതിയ സംഭവ സംക്ഷേപമാണ് CNAയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ പ്രധാന രേഖയായി കണക്കാക്കപ്പെടുന്നത്. ആയിരത്തി 1730 ഓഗസ്റ്റ് 14 കൊള്ളക്കാർ CNAയിലെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ പ്രവേശിക്കുകയും കൂദാശ ചെയ്ത 351 തിരുവോസ്തികൾ അടങ്ങിയ സിബോറിയം മോഷ്ടിക്കുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 17 പ്രൊവൻഗാനോയിലെ സാന്താ മരിയ ദേവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ വലിയ പ്രകാശം കണ്ട് നോക്കിയപ്പോൾ ചെളിയും പൊടിയും പുരണ്ട നിലയിൽ ഈ 351 തിരുവോസ്തികളും അതേ നിലയിൽ കണ്ടെത്തുകയുണ്ടായി. തിരുവോസ്തികൾ വീണ്ടുകിട്ടിയത് ആഘോഷിച്ച് വിശ്വാസികൾ അവ പ്രദക്ഷിണമായി സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ തിരികെ എത്തിച്ചു. ഈ തിരുവോസ്തികൾ സക്രാരിയിൽ തന്നെ സൂക്ഷിക്കുകയും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും തിരുവോസ്തികൾ യാതൊരു മാറ്റവുമില്ലാതെ കണ്ടെത്തുകയും ചെയ്തു. വിവിധ വ്യക്തികൾ വ്യത്യസ്തങ്ങളായ വിധേന അനേകം പ്രാവശ്യം അവയിൽ പരീക്ഷണങ്ങൾ നടത്തി. എല്ലാ പരീക്ഷണങ്ങളുടെയും അന്തിമഫലം ഒന്ന് തന്നെയായിരുന്നു. തിരുവോസ്തികൾ പുതുമ നഷ്ടപ്പെടാതെയും കേടുപറ്റാതെയും ജീർണിക്കാതെയും രാസവസ്തുക്കളുടെ മായം ചേർക്കലില്ലാതെ ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു. തുടർന്ന് വിശദമായ പഠനത്തിനായി ആർച്ച് ബിഷപ്പ് തിബേരിയോ ബോർഗേസ് മോഷണത്തിന് വിധേയമായവയും കൂദാശ ചെയ്യപ്പെട്ടതുമായ തിരുവോസ്തികൾ ഒരു പാത്രത്തിലാക്കി അടച്ച് മുദ്രവെച്ചു. ഒപ്പം കൂദാശ ചെയ്യാത്ത കുറച്ച് ഓസ്തികൾ മറ്റൊരു പാത്രത്തിൽ അടച്ച് മുദ്രവെച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ ചുമതല ഭരമേൽപ്പിക്കപ്പെട്ട സയന്റിഫിക് കമ്മീഷൻ മുദ്രവച്ച പാത്രങ്ങൾ തുറന്നപ്പോൾ കൂദാശ ചെയ്യാത്ത ഓസ്തികളെല്ലാം നശിച്ച് പുഴുക്കളാൽ നിറഞ്ഞ് ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ വീണ്ടുകിട്ടിയ കൂദാശ ചെയ്ത തിരുവോസ്തികൾ ജീർണതയുടെ ഒരു ചെറിയ അടയാളം പോലുമില്ലാതെ കേടുപാടുകളില്ലാതെ പുതുമയോടെ നിലകൊണ്ടു. 1914 സുപ്രസിദ്ധ പ്രൊഫസർ സിറോ ഗ്രിമാൽഡി ഉൾപ്പെടുന്ന ആരോഗ്യ രസതന്ത്ര വൈദ്യശാസ്ത്ര ഔഷധ രംഗങ്ങളിലെ വിദഗ്ധർ നടത്തിയ
പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പിയൂസ് 10 പാപ്പ തിരുവോസ്തികൾ യാതൊരു കേടും സംഭവിക്കാതെ നിലനിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. ഗവേഷണങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. 1730 പുളിപ്പില്ലാത്ത അപ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തികൾ കേടില്ലാതെ സമഗ്രമായി CNAയിൽ ഇന്നും നിലകൊള്ളുകയാണ്. ജൈവ വസ്തുക്കളെ സംബന്ധിച്ച പ്രകൃതി നിയമങ്ങൾക്ക് നേർ വിപരീതമായി അനന്യവും വിചിത്രവും അസാധാരണവും അത്ഭുതാവഹവും ശുഷ്കാന്തി ജനിപ്പിക്കുന്നതുമായ പ്രതിഭാസമായി പ്രസ്തുത സംഭവം ശേഷിക്കുന്നു. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഇത് അനിതര സാധാരണ വസ്തുതയാണ്. 1922 വീണ്ടും പല പരീക്ഷണങ്ങൾ നടത്തി. 1950-51 ഈ തിരുവോസ്തികൾ ഒരു ക്രിസ്റ്റൽ സിലിണ്ടറിൽ മാറ്റി സ്ഥാപിച്ചു. 1980 സെപ്റ്റംബർ 14 സിയന്ന സന്ദർശിച്ച വേളയിൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇത് കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യമാണ്. മോഷ്ടിക്കപ്പെട്ട തിരുവോസ്തികൾ വീണ്ടുകിട്ടിയതിന്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും ഓഗസ്റ്റ് 17 പ്രത്യേക ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടത്തിവരുന്നു. എൻറിക്കോ മേദി എന്ന ശാസ്ത്രജ്ഞൻ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി ഇപ്രകാരം പ്രസ്താവിച്ചു: ഈ അത്ഭുതം ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ്. നൂറ്റാണ്ടുകളായി തുടരുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതം വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിന്റെ സ്ഥിര സാന്നിധ്യത്തിനുള്ള അടയാളമായി നിലകൊള്ളുന്നു. പരിശുദ്ധരിൽ പരിശുദ്ധനായവന്റെ തിരുശരീര രക്തങ്ങൾ CNAയിൽ പ്രകൃതി സഹജമായ പ്രതിഭാസങ്ങൾക്ക് അതീതമായി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ജീർണതയുടെ യാതൊരു ലക്ഷണവുമില്ലാതെ നിലകൊള്ളുന്നതിൽ നിന്ന് മനസ്സിലാക്കുക. ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ അനുദിനം മുറിയപ്പെടുന്നത് നമ്മുടെ ജീവനുള്ള ദൈവമാണ് എന്ന്, യുഗാന്ത്യത്തോളം നമ്മെ പിരിയാതെ കൂടെയുള്ള യേശുവിന്റെ സജീവ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന എന്ന്. ഒക്ടോബർ 12 പോളണ്ടിലെ സൊക്കോൾക്കയിലുള്ള സെയിന്റ് ആന്റണി ദേവാലയത്തിൽ ഫാദർ ഫിലിപ്പ് ഷ്രൊഡോവ്സ്കിയുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി മധ്യേ അൾത്താരയിലേക്കുള്ള നടയിൽ ഒരു തിരുവോസ്തി വീണുകിടക്കുന്നത് വിശ്വാസികളിൽ ഒരുവൾ ശ്രദ്ധിക്കുകയും ഫാദർ ഫിലിപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ആ തിരുവോസ്തി പ്രാർത്ഥനാപൂർവം എടുത്ത് അൾത്താരയിൽ വെച്ചു. ശേഷം സഭയുടെ ആചാരപ്രകാരം തിരുവോസ്തി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇട്ടുവച്ചു. നിലത്തു വീണ തിരുവോസ്തി നന്നായി അലിഞ്ഞ് വെള്ളത്തിൽ ചേരുമ്പോൾ ആരും ചവിട്ടാത്ത വിധം അത് ഒഴുക്കിക്കളയുകയാണ് പതിവ്. ദേവാലയ ശുശ്രൂഷകളുടെ ചുമതലയുള്ള സിസ്റ്റർ ജൂലിയ ഡുബോവ്സ്ക തിരുവോസ്തി വെള്ളത്തിലിട്ട് വെച്ച പാത്രം ഒരു അലമാരയിൽ വെച്ച് പൂട്ടി. ഒരാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ 19 അലമാര തുറന്നു നോക്കിയ സിസ്റ്റർ ജൂലിയ കണ്ടത് തിരുവോസ്തിയുടെ നടുവിൽ ചുവന്ന നിറത്തിൽ തടിച്ചിരിക്കുന്നതായ വിചിത്രമായ കാഴ്ചയായിരുന്നു. ഉടനെ സിസ്റ്റർ വൈദികരെ സംഭവം വിളിച്ചു കാണിക്കുകയും വൈദികർ മനുഷ്യമാംസം പോലുള്ള തിരുവോസ്തിയുടെ ഭാഗം കണ്ട് അത്ഭുതപ്പെടുകയും ഉടൻ തന്നെ മെത്രാപ്പൊലിത്തൻ കൂരിയുമായി സംഭവത്തെപ്പറ്റി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ബിഷപ്പ് എഡ്വേർഡ് ഒസ്രോസ്കി തിരുവോസ്തിയിലെ രക്തസാമ്പിൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഒക്ടോബർ 29 ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അത്ഭുത തിരുവോസ്തി തൊട്ടടുത്തുള്ള വൈദിക മന്ദിരത്തിലെ ഡിവൈൻ മേഴ്സി ചാപ്പലിലേക്ക് മാറ്റി. അതിനുശേഷം തിരുവോസ്തി വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഒരു അരുളിക്കയിലാക്കി സക്രാരിയിലേക്ക് മാറ്റി. 2009 ജനുവരി 7 അതിരൂപത നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ബിലിസ്റ്റോക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞരുടെയും പത്തോളജിക്കൽ അനാറ്റമി വിദഗ്ധരുടെയും സംഘം രക്തസാമ്പിളിൽ പരിശോധന നടത്തി. അപ്പോഴേക്കും രക്തം കട്ട പിടിച്ചിരുന്നു. ഹിസ്റ്റോപത്തോളജിസ്റ്റുകളായ പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സുൾക്കോവ്സ്കിയും പ്രൊഫസർ മരിയ സൊബാനിക് ലൊറ്റോസ്കിയും പരസ്പരം ഗവേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ സ്വതന്ത്രമായി വ്യത്യസ്ത വിശകലനങ്ങൾ ആരംഭിച്ചു. വിശദമായ പഠനഫലങ്ങളും ഫോട്ടോഗ്രാഫുകളും ഇരുവരും ബിലിസ്റ്റോക്ക് മെട്രോപൊളിറ്റൻ കൂരിയയ്ക്ക് കൈമാറി.
വെവ്വേറെ നടത്തിയ ഇരുവരുടെയും പഠന റിപ്പോർട്ടിലെ കണ്ടുപിടുത്തങ്ങൾ സമാനമായിരുന്നു. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇവയായിരുന്നു: മരണത്തോളം എത്തിയ ജീവനുള്ള മനുഷ്യന്റെ ഹൃദയപേശികളാണ് രക്തസാമ്പിളിൽ ഉള്ളത്. തിരുവോസ്തിയുടെ നടുക്കുള്ള ഭാഗം തിരുവോസ്തിയിൽ നിന്ന് വേർതിരിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യന്റെ ഹൃദയപേശി കോശങ്ങളായി പരിണമിക്കുകയായിരുന്നു. ഗോതമ്പപ്പവും മനുഷ്യഹൃദയപേശികളും ശാസ്ത്രീയമായി തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ആവില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് അജ്ഞാതമാണ്. കൃത്രിമ മാനുഷിക ഇടപെടലുകൾ പ്രസ്തുത സംഭവത്തിൽ നടന്നിട്ടില്ല. ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിലിസ്റ്റോക്ക് മെട്രോപൊളിറ്റൻ കൂരിയ ഇപ്രകാരം ഔദ്യോഗികമായി പ്രസ്താവിച്ചു: സൊക്കോൾക്ക സംഭവം സഭയുടെ വിശ്വാസത്തിന് എതിരല്ല, മറിച്ച് അതിനെ സ്ഥിരീകരിക്കുന്നതാണ്. കൂദാശ വചനങ്ങളുടെ വേളയിൽ പരിശുദ്ധാത്മ ശക്തിയാൽ അപ്പം ക്രിസ്തുവിന്റെ ശരീരമായും വീഞ്ഞ് അവിടുത്തെ രക്തമായും മാറുന്നുവെന്ന് സഭ പ്രഖ്യാപിക്കുന്നതിനെ പ്രസ്തുത സംഭവം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഏറ്റവും അത്യാധുനിക വിശകലന വിദ്യകളുടെ സഹായം ലഭ്യമായിട്ടുള്ള നാസയിലെ ശാസ്ത്രജ്ഞർക്ക് പോലും ഇതുപോലൊന്ന് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പ്രൊഫസർ മരിയ സൊബാനിക് ലൊറ്റോസ്കയുടെ വിശദീകരണം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അപ്പത്തിന്റെ പദാർത്ഥങ്ങൾ ആയിരുന്നത്? അത് ക്ഷണനേരത്തിൽ മാംസരക്തങ്ങളായതും ഇന്നും അങ്ങനെ തന്നെ നിലകൊള്ളുന്നതും സൊക്കോൾക്കയിൽ നഗ്നനേത്രങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട പ്രതിഭാസം തന്നെയാണ് ലോകമെങ്ങും ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നത് എന്നത് അങ്ങനെ വീണ്ടും തെളിയിക്കപ്പെട്ടു. ഏപ്രിൽ 8 ജർമ്മനിയിലെ കോണേഴ്സ്റൂത്തിൽ അതീവ ദരിദ്ര കുടുംബത്തിലായിരുന്നു തെരേസ ന്യൂമാന്റെ ജനനം. ആഫ്രിക്കയിൽ മിഷണറിയാകുക എന്നതായിരുന്നു അവളുടെ കുഞ്ഞുനാൾ മുതലുള്ള ലക്ഷ്യം. എന്നാൽ 20-ാം വയസ്സിൽ സമീപത്തെ കളപ്പുരയിലുണ്ടായ തീപിടുത്തത്തിൽ അവളുടെ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും അവളെ തളർവാദം ബാധിക്കുകയും കൂടാതെ അവൾ അന്ധയാക്കപ്പെടുകയും ചെയ്തു. അവളുടെ ശരീരത്തിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവയിലെ അണുബാധ പടർന്ന് എല്ലുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. കിടപ്പ് രോഗിയായി കഴിഞ്ഞിരുന്ന ദിനങ്ങളിലൊന്നും അവൾ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തിയിരുന്നില്ല. കർത്താവുമായുള്ള അഭേദ്യമായ ഹൃദയബന്ധത്തിലേക്ക് ഈ ദിനങ്ങളിൽ അവൾ നയിക്കപ്പെട്ടു. 1923 ഏപ്രിൽ 29 റോമിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ദിനം വന്നെത്തി. ആ ദിനത്തിനായി അവൾ നൊവേനകൾ ചൊല്ലി പ്രാർത്ഥനാ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. തന്റെ സാന്നിധ്യത്തിൽ അന്ന് നടന്ന അത്ഭുതത്തെപ്പറ്റി ഫാദർ നെയ്ബർ പറയുന്നു: അന്നേ ദിനം പ്രാർത്ഥിക്കവേ അവൾ അതിമധുരമായ ഒരു സ്വരം കേട്ടു: നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? വിചിത്രമായ മറുപടിയായിരുന്നു തെരേസ നൽകിയത്. ദൈവഹിതത്തിലായിരിക്കുക എന്നത് പ്രാവർത്തികമാകുന്നിടത്തോളം കാലം ഞാൻ രോഗിയായിരുന്നാലും സൗഖ്യപ്പെട്ടാലും മരിച്ചാൽ തന്നെയും എനിക്ക് എല്ലാം ഒരുപോലെയാണ്. ദൈവഹിതം നിറവേറ്റപ്പെടുക എന്നതാണ് പ്രസക്തിയുള്ള കാര്യം. ഇപ്പോൾ നിന്റെ രോഗങ്ങളിൽ നിന്ന് നീ പൂർണ്ണ സൗഖ്യം നേടുമെന്നും എന്നാൽ ഭാവിയിൽ ഒട്ടേറെ സഹനങ്ങൾ നേരിടേണ്ടി വരുമെന്നും ആ സ്വരം അവളോട് പറഞ്ഞു. ഇതിൻ പ്രകാരം അവളുടെ തളർവാദവും അന്ധതയും പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. 1926 മാർച്ച് 5 ആദ്യം അവളുടെ ഹൃദയത്തിൽ തിരുമുറിവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഗെത്സമേനിലെ യേശുവിന്റെ ദർശനവും ഇതോടൊപ്പം അവൾക്ക് ലഭിച്ചു. തുടർന്ന് അവൾക്ക് ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ സ്വശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ഈ പഞ്ചക്ഷത അനുഭവങ്ങൾക്ക് അനേകർ സാക്ഷികളാകുകയും ചെയ്തു. ക്രിസ്തുവിന്റെ പീഡാസഹന രംഗങ്ങൾ മുഴുവൻ ദർശിച്ച അവൾ ക്രിസ്തുവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിച്ചു. 1923 മുതൽ 1962 വരെ 40 വർഷത്തോളം കാലം പരിശുദ്ധ കുർബാന മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം. 1926 മുതൽ വെള്ളവും കുടിക്കുന്നത് അവൾ നിർത്തി. മരണം വരെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമായിരുന്നു അവളുടെ ശരീരത്തിന് പോഷണവും ഊർജവും ലഭിച്ചിരുന്നത്. അതിനാൽ തന്നെ 2-ാം ലോക മഹായുദ്ധകാലത്ത് നാസി അധികാരികൾ അവളുടെ പേരിലുള്ള ആഹാര റേഷൻ കാർഡ് പിൻവലിക്കുകയും പകരമായി അവളുടെ വസ്ത്രങ്ങളും തുണികളും കഴുകുന്നതിനായി സോപ്പിന്റെ റേഷൻ ഇരട്ടിയാക്കുകയും ചെയ്തു.
വെള്ളിയാഴ്ചകളിൽ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെ ദർശനവേളയിൽ രക്തമൊഴുകിയിരുന്ന അവളുടെ പഞ്ചക്ഷത മുറിവുകൾ മൂലം രക്തത്തിൽ കുതിർന്ന വസ്ത്രങ്ങൾ കഴുകുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. അനുദിനം അവൾക്ക് പരിശുദ്ധ കുർബാന നൽകിയിരുന്ന ഫാദർ നെയ്ബർ ഇപ്രകാരം എഴുതി: എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്ന ദൈവവചനം അവളിൽ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച വരെ നീളുന്ന പഞ്ചക്ഷത അനുഭവങ്ങൾ അവൾക്ക് ലഭിക്കുമായിരുന്നു. മരണവേളയിൽ ആത്മാക്കളുടെ വിധി ദർശിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു. 1927 ജൂലൈ മാസത്തിൽ ഫിസീഷ്യനായിരുന്ന ഡോക്ടർ ഓട്ടോ സേദിയും നഴ്സുമാരും അവളെ 15 ദിവസത്തേക്ക് പരിശോധിക്കുകയും ആ ദിവസങ്ങളിൽ അവളുടെ ശരീരത്തിൽ മറ്റു ഭക്ഷണം ചെന്നതായുള്ള സൂചനകളില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. റാറ്റിസ്ബോൺ ബിഷപ്പ് നിയമിച്ച കാൽസ്ട്രാറ്ററും തെരേസയുടെ പഞ്ചക്ഷതങ്ങളും ജീവിതശൈലികളും പഠിക്കുകയും പരിശോധിക്കുകയുമുണ്ടായി. അദ്ദേഹത്തിന്റെ അന്തിമ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: തെരേസ ന്യൂമാന്റെ ദീർഘകാല ഉപവാസം ലോകത്തിന് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വെളിവാക്കുന്നു. തിരുവോസ്തിയിൽ ക്രിസ്തു യഥാർത്ഥത്തിൽ സന്നിഹിതനാണെന്ന് തെളിയിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ഭൗതിക ജീവൻ നിലനിർത്താനാകുമെന്ന് സ്ഥിരീകരിക്കുന്നു. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്ന യേശുവിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട ദിവ്യകാരുണ്യ രക്തസാക്ഷിയായി തെരേസ ന്യൂമാൻ ചരിത്രം കുറിച്ചു. സ്പാനിഷ് മൂർ യുദ്ധപരമ്പരകൾക്കിടെ ദറോക്കയിൽ 1239 ഒരു അത്യപൂർവ അത്ഭുതം സംഭവിക്കുകയുണ്ടായി. കാസൽ ഓഫ് ഷിയോ ലുഷ്യന്റെ കീഴടക്കാൻ അണിനിരന്ന സൈന്യാധിപന്മാരായ ഡോൺ ജിമിനസ് പെരസ്, ഡോൺ ഫെർണാണ്ടോ സാഞ്ചസ്, ഡോൺ പെദ്രോ, ഡോൺ റെയ്മൻഡെ, ഡോൺ ഗ്വിലർമോ, ഡോൺ സൈമൺ കാരസ് എന്നിവരുടെ ആവശ്യപ്രകാരം യുദ്ധസ്ഥലത്ത് പുരോഹിതനായിരുന്ന ഡോൺ മാറ്റിയോ മാർട്ടിനസ് ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. 6 സൈന്യാധിപന്മാർക്കായി 6 തിരുവോസ്തികൾ വാഴ്ത്തി കൂദാശ ചെയ്ത വേളയിൽ മുന്നറിയിപ്പില്ലാതെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായി. ദിവ്യബലി നിർത്തിവെക്കാൻ നിർബന്ധിതനായ പുരോഹിതൻ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ തിരുവോസ്തികൾ തുണിയിൽ പൊതിഞ്ഞ് ഒരു പാറയുടെ കീഴെ ഒളിപ്പിച്ചുവെച്ചു. സ്പാനിഷുകാർ യുദ്ധം ജയിക്കുകയും വിജയത്തിന് നന്ദി സൂചകമായി ഒളിപ്പിച്ചുവെച്ച തിരുവോസ്തികൾ വീണ്ടെടുക്കാനും സ്വീകരിക്കാനുമായി സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ തിരുവോസ്തികളും അത് പൊതിഞ്ഞിരുന്ന അൾത്താരവിരിയും രക്തത്തിൽ കുതിർന്നിരിക്കുന്നതായാണ് അവർ കണ്ടത്. അവിശ്വസനീയവും അതിശ്രേഷ്ഠവുമായ ഈ മഹാത്ഭുതത്തിന്റെ തെളിവായ രക്തം പുരണ്ട തിരുവസ്ത്രം ആര് കൊണ്ടുപോകണം എന്നതിൽ തർക്കമുണ്ടാകുകയും തുടർന്ന് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തിരുവസ്ത്രം കഴുതയുടെ പുറത്തുവെച്ച് കഴുതയെ സ്വതന്ത്രമായി വിടുകയും ചെയ്തു. 12 ദിവസം സഞ്ചരിച്ച് 200 മൈൽ ദൂരം പിന്നിട്ട കഴുത തളരുകയും ഡെറോക്കയിലെ സെയിന്റ് മാർക്ക് ദേവാലയത്തിനു മുന്നിൽ വീഴുകയും ചെയ്തു. പ്രസ്തുത സ്ഥലത്ത് പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും രക്തം പുരണ്ട തിരുവസ്ത്രം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ തിരുവസ്ത്രത്തിലെ രക്തശേഷിപ്പ് യാതൊരു വ്യത്യാസവും കൂടാതെ പ്രസ്തുത ദേവാലയത്തിൽ ജീവിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതമായി ഇന്നും വണക്കത്തിലുണ്ട്. തിരുവോസ്തിയിൽ നിന്നും പുറപ്പെട്ട് മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ആ രക്തക്കറ അനേകരുടെ സംശയങ്ങളെ ദൂരീകരിച്ചും പരിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള വിശ്വാസ സത്യങ്ങൾ സ്ഥിരീകരിച്ചും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമായി അവഗണിക്കാനാവാത്ത വസ്തുതയായി ഇന്നും നിലകൊള്ളുന്നു. ഡിസംബർ 8 അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിലെ പാതിരാ കുർബാന മധ്യേ ബെറ്റാനിയയിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. വെനസ്വേലയിലെ സിയയിലുള്ള ഫിൻക ബെറ്റാനിയ മരിയൻ ദേവാലയത്തിൽ ചാപ്ലൈനായിരുന്ന ഫാദർ ഓട്ടി ഒസ അരിസ്റ്റസബാൽ, ഫാദർ ഗ്വില്ലർമോ പെദ്രോൺ എന്നിവരായിരുന്നു കാർമ്മികർ. സംഭവത്തെപ്പറ്റി ഫാദർ ഓട്ടി ഒസ വിവരിക്കുന്നത് ഇങ്ങനെ: 4 മുറിച്ച തിരുവോസ്തിയുടെ ഒരു ഭാഗം ഞാൻ ഉൾക്കൊണ്ട ശേഷം ഞാൻ മാറ്റിവെച്ച തിരുവോസ്തിയുടെ
ശേഷിച്ച ഭാഗങ്ങൾ നോക്കിയപ്പോൾ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഒന്നിൽ ഒരു ചുവന്ന രക്തസാമ്യമുള്ള അടയാളം ഞാൻ കണ്ടു. അതിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ബഹിർഗമിക്കാൻ ആരംഭിച്ചു. മുറിവിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്നതിന് സമാനമായിട്ടായിരുന്നു ദ്രാവകം പുറപ്പെട്ടത്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പ്രസ്തുത തിരുവോസ്തി സുരക്ഷിതമായി ദേവാലയ സക്രാരിയിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ തിരുവോസ്തി നോക്കാൻ ചെന്നു. അപ്പോഴും രക്തം ഒഴുകുന്നുണ്ടായിരുന്നതായി കണ്ടെത്തി. അല്പസമയത്തിനു ശേഷം രക്തം ഉണങ്ങിത്തുടങ്ങി. 1991 വന്ന ആ രക്തം പുതുമ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. വിചിത്രമായ ഒരു വസ്തുത, ഇത്രയും നേർത്ത തിരുവോസ്തിയുടെ ഒരു വശത്ത് മാത്രമാണ് രക്തമുള്ളത് എന്നതായിരുന്നു. തിരുവോസ്തിയുടെ ഉള്ളിൽ നിന്നും ഒരു വശത്തേക്ക് പ്രവഹിക്കുന്ന രീതിയിലായിരുന്നു രക്തപ്രവാഹം. 1976 പരിശുദ്ധ മറിയം മരിയ എസ്പെരൻസയ്ക്ക് നൽകിയ പ്രത്യക്ഷീകരണങ്ങളെ തുടർന്ന് തീർത്ഥാടക പ്രവാഹത്തെ ആകർഷിച്ചിരുന്ന പ്രസ്തുത ദേവാലയത്തിൽ എത്തിയിരുന്ന തീർത്ഥാടകർ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും വൈദികന്റെ ശരീരത്തിൽ മുറിവുകളില്ലെന്ന് ഉറപ്പാക്കുകയും തിരുവോസ്തിയിൽ കണ്ട രക്തം അത്ഭുത രക്തമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതേപ്പറ്റി ശാസ്ത്ര പഠനങ്ങൾ നടത്തുകയുണ്ടായി. ലോസ് ടെക്സിലെ ബിഷപ്പ് റെവറൻ പിയോ ബെല്ലോ റിക്കാർഡോയാണ് തിരുവോസ്തിയിലെ രക്തം പരിശോധനകൾക്ക് വിധേയമാക്കാൻ നടപടി സ്വീകരിച്ചത്. ഡോക്ടർ ഡേസി കാനിസിൽസ് ഗവേഷണ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. ഗവേഷകരുടെ പ്രധാന കണ്ടെത്തലുകൾ ഇവയായിരുന്നു. തിരുവോസ്തിയിലെ രക്തവും പുരോഹിതന്റെ രക്തവും രണ്ടാണ്. തിരുവോസ്തിയിലേത് മനുഷ്യരക്തമാണ്. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘങ്ങൾ AD 750 ലാൻചനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിലും ടൂറിൻ തിരുക്കച്ചയിലും കണ്ടെത്തിയ AB പോസിറ്റീവ് വിഭാഗത്തിൽപ്പെട്ട രക്തത്തോട് പ്രസ്തുത രക്തസാമ്പിളും അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നു. 3 വ്യത്യസ്ത പഠനങ്ങൾ തിരുവോസ്തിയിലെ രക്തപ്രവാഹത്തെ അത്ഭുതം എന്ന് സ്ഥിരീകരിച്ചു. 1992 ഫെബ്രുവരിയിൽ മോൺസിഞ്ഞോർ പിയോ ബെല്ലോ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഫിൻക ബെറ്റാനിയയിലെ തിരുവോസ്തിയിലെ രക്തപ്രവാഹം എന്ന അത്ഭുത പ്രതിഭാസം മതിയായ ആധികാരിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്ഭുത വസ്തുതയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലോസ് ടെക്സിലെ അഗസ്റ്റീനിയൻ റീകളക്ട് സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസിനികൾക്ക് ബിഷപ്പ് അത്ഭുത തിരുവോസ്തിയുടെ സംരക്ഷണ ചുമതല ഭരമേൽപ്പിച്ചു. യേശുവിന്റെ രൂപാന്തരീകരണ ചാപ്പലിൽ 2011 മുതൽ പ്രസ്തുത തിരുവോസ്തി ഇന്നോളം ഒരു മാറ്റവുമില്ലാതെ നിത്യാരാധനയിൽ വണക്കത്തിലുണ്ട്. 1998 നവംബർ 12 അഗസ്റ്റീനിയൻ മഠത്തിൽ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. അത്ഭുത തിരുവോസ്തി നേരിൽ കണ്ട് ആരാധിക്കാനെത്തിയ തീർത്ഥാടക സംഘത്തിനൊപ്പം ന്യൂജേഴ്സിയിൽ നിന്നും വന്ന ഡാനിയൽ ജെ സാൻഫോർഡ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: 1998 നവംബർ 12 ലോസ് ടെക്സിലെ അഗസ്റ്റീനിയൻ സന്യാസിനിമാരുടെ ചാപ്പലിൽ ബെറ്റാനിയയിലെ അത്ഭുത തിരുവോസ്തി കണ്ട് വണങ്ങുന്നതിനായി പ്രാർത്ഥനാ ഗ്രൂപ്പിനൊപ്പം ഞാൻ തീർത്ഥാടനത്തിന് പോയി. ഞങ്ങളുടെ ആത്മീയ പിതാവായ ഫാദർ മസറല്ല ആയിരുന്നു ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചത്. ബലിയർപ്പണത്തിന് ശേഷം അദ്ദേഹം അത്ഭുത തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന സക്രാരി തുറന്നു. അത്ഭുതാവഹമായ ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. തീജ്വാലകളുടെ നടുവിൽ തിരുവോസ്തി നിലകൊള്ളുന്നതും അതിന് നടുവിലായി രക്തമൊലിക്കുന്ന തുടിക്കുന്ന ഒരു ഹൃദയവും ഞാൻ കണ്ടു. ഏകദേശം 30 സെക്കൻഡുകൾ ഞാനിത് ദർശിച്ചു. അതിന്റെ കുറച്ചു ഭാഗം എനിക്ക് എന്റെ വീഡിയോ ക്യാമറയിൽ പകർത്താനായി. ശേഷം തിരുവോസ്തി സാധാരണ നിലയിലായി. ക്യാമറയിൽ പകർത്തിയ വീഡിയോ ഈ അത്ഭുതത്തിന് സാക്ഷ്യമായി നിലകൊള്ളുന്നു. രക്തത്തോടുകൂടിയ തിരുവോസ്തിയും തിരുവോസ്തിയിൽ ജ്വലിക്കുന്ന ഹൃദയം തുടിക്കുന്ന വീഡിയോയും ശാസ്ത്രലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ അടയാളമായി ഇന്നും തുടരുന്നു. AD 750 ഇറ്റലിയിലെ ലാൻചനോയിലുള്ള വിശുദ്ധ ലോഞ്ചിനൂസിന്റെ ആശ്രമ ദേവാലയത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. പരിശുദ്ധ കുർബാനയിൽ കാർമ്മികത്വം വഹിച്ച ബേസിലിയൻ സന്യാസ വൈദികൻ തിരുവോസ്തി ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്ന
അത്ഭുത പരിണാമത്തിൽ സംശയം പുലർത്തിയിരുന്നു. വൈദികന്റെ സംശയങ്ങൾക്ക് മറുപടിയെന്നോണം പരിശുദ്ധ കുർബാന വേളയിൽ കൂദാശാവചനങ്ങൾ ഉരുവിട്ടയുടനെ ഓസ്തി ജീവിക്കുന്ന മാംസവും വീഞ്ഞ് രക്തവുമായി മാറി. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷികളായി. രക്തം തുല്യമല്ലാത്ത 5 ഭാഗങ്ങളായി വേർതിരിയുകയുണ്ടായി. 5 രക്തഗോളങ്ങളുടെയും ആകെ ഭാരവും ഓരോ വ്യത്യസ്ത ഗോളങ്ങളുടെയും ഭാരവും 15.85 ഗ്രാം തന്നെയായിരുന്നു എന്നതായിരുന്നു അതിശയകരമായ മറ്റൊരു വസ്തുത. വിവിധ കാലങ്ങളിൽ വിവിധ വിദഗ്ധ സംഘങ്ങൾ ഇവയിൽ ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി. 1574 ആർച്ച് ബിഷപ്പ് ആന്റോണിയോ ഗ്യാസ്പർ റോഡ്രിഗ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഔദ്യോഗിക പഠനങ്ങൾ. ആ പഠനങ്ങളിലാണ് രക്തഗോളങ്ങളുടെ ഭാരത്തിലെ അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയത്. 1970 പോൾ 6 പാപ്പയുടെ നിർദ്ദേശപ്രകാരം അരീസോ ആശുപത്രിയിലെ മുൻ മേധാവിയും അനാറ്റമി, ഹിസ്റ്റോളജി, കെമിസ്ട്രി, മൈക്രോസ്കോപ്പി പ്രൊഫസറുമായിരുന്ന ഡോക്ടർ എഡ്വേർഡ് ലിനോളിയും സിയന്ന സർവകലാശാലയിലെ ഡോക്ടർ റുജെറോ ബെർട്ടല്ലിയും നടത്തിയ വിശദമായ ഗവേഷണങ്ങൾക്ക് ശേഷം 1971 മാർച്ച് 4 പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഗവേഷണ വിശകലനങ്ങൾ വ്യക്തവും കൃത്യവും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശാസ്ത്രീയ സൂക്ഷ്മതയോടു കൂടിയവയുമായിരുന്നു. ഗവേഷണ ഫലങ്ങൾ ഇവയായിരുന്നു: മാംസവും രക്തവും യഥാർത്ഥ മനുഷ്യമാംസ രക്തങ്ങൾ തന്നെ. മാംസം ഹൃദയമാംസ രക്തപേശികളുടേതാണ്. ഹൃദയപേശികളിലെ മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിവ വ്യക്തമാണ്. ക്ലോറൈഡ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം എന്നീ ധാതുക്കൾ അടങ്ങിയതാണ് രക്തം. ടൂറിൻ തിരുക്കച്ചയിൽ കണ്ടെത്തിയ AB വിഭാഗത്തിൽപ്പെട്ട രക്തഗ്രൂപ്പ് തന്നെയാണ് മാംസത്തിലും രക്തത്തിലും ഉള്ളത്. മധ്യപൂർവ്വദേശത്തെ ജനങ്ങളുടെ സവിശേഷതകളുമായി സാമ്യമുള്ളതാണ് രക്തസാമ്പിൾ. ജീവനുള്ള മനുഷ്യരക്തത്തിൽ കാണുന്ന പ്രോട്ടീനുകളുടെ അനുപാതം തന്നെയാണ് രക്തത്തിൽ ഉള്ളത്. അമിതമായ ഉപ്പിന്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള വസ്തുക്കളുടെയോ സാന്നിധ്യം മാംസരക്തങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രക്തധമനികളും വേഗസ് നെർവിന്റെ ശാഖയും മാംസത്തിൽ ഉണ്ട്. പ്രൊഫസർ ലിനോളി വിദഗ്ധങ്ങളായ മൈക്രോസ്കോപ്പിക് ചിത്രങ്ങളുടെ സഹായത്തോടെ തന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്വാദേർണി സ്ക്ലാവോ ഡി ഡയഗ്നോസ്റ്റിക്ക ക്ലിനിക്ക ഡി ലബോറട്ടറിയോ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹൃദയപേശികളിലെ മയോകാർഡിയം, എൻഡോകാർഡിയം, ഫൈബ്രസ് ഇലാസ്റ്റിക് ടിഷ്യൂ എന്നിവയും സാമ്പിളിൽ വ്യക്തമാണ്. മൈക്രോസ്കോപ്പിക് ചിത്രങ്ങളിൽ രക്തധമനികളും വേഗസ് നെർവിന്റെ ശാഖയും സുവ്യക്തമായി കാണാം. 1973 ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് അഡ്വൈസറി ബോർഡ് നിയോഗിച്ച ഒരു സയന്റിഫിക് കമ്മീഷൻ വീണ്ടും മാംസരക്തങ്ങൾ പഠനങ്ങൾക്ക് വിധേയമാക്കി. 15 മാസം നീണ്ട 500ഓളം പരിശോധനകളിലൂടെ പ്രൊഫസർ ലിനോളിയുടെ പഠനങ്ങളെല്ലാം സത്യമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മാംസം ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണെന്നും ജീവനുള്ളവ പ്രതികരിക്കുന്നത് പോലെ തന്നെ അവ എല്ലാ വൈദ്യ പരീക്ഷണങ്ങളോടും വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നുവെന്നും കമ്മീഷൻ പ്രഖ്യാപിച്ചു. 1976 ഡിസംബറിൽ ലോകാരോഗ്യ സംഘടന നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പല പരിമിതികളുമുള്ള ശാസ്ത്രം പ്രസ്തുത വിഷയത്തിൽ വിശദീകരണം നൽകാനാകാത്ത പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 1981 ഡോക്ടർ റുജെറോ ബെർട്ടല്ലിയുടെ നേതൃത്വത്തിൽ സിയന്ന സർവകലാശാലയിലെ വിദഗ്ധ സംഘം വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ലെനോളിയുടെ പഠനങ്ങളെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം 12 നൂറ്റാണ്ടിലേറെയായി പ്രകൃതിയുടെയും അന്തരീക്ഷത്തിന്റെയും ജൈവപരമായ പ്രതികരണങ്ങളെയും സ്വാഭാവിക പരിണാമങ്ങളെയും തരണം ചെയ്ത് മാംസരക്തങ്ങൾ നിലനിൽക്കുന്നതിനെ അസാധാരണ പ്രതിഭാസമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 1175 വരെ ബേസിലിയൻ സന്യാസിമാരായിരുന്നു തിരുമാംസ രക്തങ്ങളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. 1252 വരെ ബെനഡിക്ടൈൻ സന്യാസികൾ തിരുശേഷിപ്പടങ്ങിയ ദേവാലയത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്തു. 1258 ദേവാലയം ഫ്രാൻസിസ്കൻ സഭക്കാർ ഏറ്റെടുക്കുകയും തൽസ്ഥാനത്ത് വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയത്തിൽ ദേവാലയം പണിയുകയും ചെയ്തു. അതിമനോഹരമായ ഒരു അരുളിക്കയിൽ തിരുമാംസവും സ്ഫടിക കാസയിൽ തിരുരക്തവും ഇന്നും ലാഞ്ചനോയിലെ സെയിന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വണക്കത്തിൽ ഉണ്ട്. ഒരു ജീവനുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറുത്തെടുത്താൽ എന്ന പോലെ തിരുശരീര രക്തങ്ങൾ നിലകൊള്ളുന്നു.
മാംസമായ തിരുവോസ്തിയും രക്തഗോളങ്ങളും അടങ്ങിയ അരുളിക്ക ശാസ്ത്രലോകത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ശേഷിപ്പിച്ചും നിഷേധാത്മക വാദങ്ങൾക്കുള്ള മറുപടിയായും പ്രകൃത്യാന്തരീക്ഷ ജൈവശക്തികൾക്കതീതമായും ജീവൻ തുടിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളായി ഇന്നും തുടരുന്നു. ഇരുപതാം നൂറ്റാണ്ടിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ അന്ന് ഫ്രാൻസിസ് പാപ്പ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്ന പേരിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്ന രൂപതയിൽ ശാസ്ത്രലോകത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റൊരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുകയുണ്ടായി. 1996 ഓഗസ്റ്റ് 15 പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ഫാദർ അലഹാൻഡ്രോ പെസറ്റ് ഒരു തിരുവോസ്തി അലക്ഷ്യമായി നിലത്ത് വീണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആചാരപ്രകാരം അദ്ദേഹം തിരുവോസ്തി വെള്ളത്തിൽ അലിയിക്കുവാൻ ഇട്ടുകൊണ്ട് സക്രാരിയിൽ അടച്ചുവെച്ചു. ഓഗസ്റ്റ് 26 സക്രാരി തുറന്ന വൈദികൻ കണ്ടത് അത്ഭുതകരമായി രക്തവർണ്ണമായി മാറ്റപ്പെട്ട തിരുവോസ്തിയും ജലവും ആയിരുന്നു. യഥാർത്ഥ ഓസ്തിയേക്കാൾ വലുപ്പമുള്ള രക്തമാംസ കഷ്ണമായി തിരുവോസ്തി മാറ്റപ്പെട്ടിരുന്നു. കർദിനാൾ ബെർഗോഗ്ലിയോയുടെ നിർദ്ദേശപ്രകാരം മാംസവും രക്തവുമായി തീർന്ന തിരുവോസ്തി അതീവ രഹസ്യമായി കുറെ കാലം സൂക്ഷിക്കുകയും നാളുകൾക്ക് ശേഷവും അവ പ്രകൃതി പരിണാമങ്ങൾക്ക് വിധേയമാകാത്തതിനെ തുടർന്ന് ശാസ്ത്രീയ പഠനങ്ങൾക്കായി വിട്ടു നൽകുകയും ചെയ്തു. UN അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്ത ന്യൂറോ സൈക്കോ ഫിസിയോളജിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്ന ഡോക്ടർ റിക്കാർഡോ കെസ്റ്റാനോൻ ഗോമസ് 1999 ഒക്ടോബർ 5 മാംസരക്തങ്ങളുടെ ഒരു സാമ്പിൾ ന്യൂയോർക്കിലെ 5 അംഗ വിദഗ്ധ സമിതിക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി നൽകി. പഠനങ്ങളുടെ സൂക്ഷ്മതയ്ക്കും കൃത്യതയ്ക്കുമായി പരീക്ഷണ വസ്തുവിന്റെ ഉറവിടം ഗവേഷണ സംഘത്തിന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. പ്രശസ്ത കാർഡിയോളജിസ്റ്റും ഫോറൻസിക് പത്തോളജിസ്റ്റുമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഫ്രെഡറിക് സുഗിബും അവരിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ ഇപ്രകാരമായിരുന്നു: ഹൃദയത്തിലെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ വാൽവുകളോട് ചേർന്നുള്ള ഭാഗത്തെ ഹൃദയപേശികളാണ് സാമ്പിളിൽ ഉള്ളത്. മുറിവേറ്റ് വീക്കം വന്ന അവസ്ഥയിലാണ് ഹൃദയപേശികൾ ഉള്ളത്. അപ്രകാരമുള്ള അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെ അളവ് വൻതോതിൽ ഇവയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പിൾ എടുക്കപ്പെട്ട സമയത്ത് ഹൃദയം ജീവനുള്ളതായിരുന്നു എന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സുവ്യക്തമാണ്. കാരണം വൈറ്റ് ബ്ലഡ് സെല്ലുകൾക്ക് ജീവനില്ലാത്ത ശരീരത്തിൽ നിലനിൽക്കാൻ ആകില്ല. പാർശ്വഭാഗത്ത് കടുത്ത ക്ഷതമേറ്റാൽ എന്ന പോലെ ഹൃദയപേശികളിൽ കടുത്ത ശാരീരിക സമ്മർദ്ദത്തിന്റെ തെളിവുകൾ പ്രകടമാണ്. രക്തം AB വിഭാഗത്തിൽപ്പെട്ടതാണ്. മാംസരക്തങ്ങളുടെ ഉടമസ്ഥന് ശ്വസന തടസ്സം നേരിട്ടിരുന്നതായും ശ്വസന പ്രക്രിയയിൽ നേരിട്ട കഠിനമായ വേദനയുടെ തെളിവുകളായ ത്രോംബൈ അഥവാ രക്തക്കട്ടകളും സാമ്പിളിൽ സുവ്യക്തമാണ്. ജേർണലിസ്റ്റ് മൈക്ക് വില്ലിസിയും അഭിഭാഷകൻ റോൺ ടെസോറിറോ എന്നിവരും ഈ കണ്ടുപിടുത്തങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം നൽകി. ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഡോക്ടർ ജോൺ വോക്കറും പരീക്ഷണങ്ങൾ നടത്തുകയും വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെയും പേശികളുടെയും സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 2001 ലാഞ്ചനോ അത്ഭുതം പഠിച്ച പ്രൊഫസർ എഡ്വേർഡ് ലിനോളി പ്രസ്തുത മാംസരക്തങ്ങൾ ഗവേഷണം നടത്തുകയും അവ ഹൃദയപേശികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 12 നൂറ്റാണ്ട് മുൻപ് ലാഞ്ചനോയിലെ അത്ഭുതത്തിന്റെയും പ്രസ്തുത അത്ഭുതത്തിന്റെയും റിപ്പോർട്ടുകൾ അവയുടെ ഉറവിടം വെളിപ്പെടുത്താത്ത രീതിയിൽ മറ്റൊരു വിദഗ്ധ സംഘത്തിന് കൈമാറുകയും ഇവ രണ്ടും ഒരേ മനുഷ്യന്റെ ശരീരത്തിലെ ജീവിക്കുന്ന കോശങ്ങളാണെന്ന് സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ വിശകലനങ്ങൾക്ക് ശേഷം നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ റിക്കാർഡോ കെസ്റ്റാനോൻ ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രഘോഷകനായതും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതും പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ആധികാരികത വർദ്ധിപ്പിക്കുന്നു. നിരീശ്വരവാദികൾ വിശ്വാസ പ്രഘോഷകരാകുന്നു. ശാസ്ത്രജ്ഞർ മുട്ടുമടക്കുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും വെളിപ്പെടുന്നു. ഫ്രാൻസിൽ പ്രൊട്ടസ്റ്റന്റിനിസവും കാൽവിനിസവും വ്യാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 17-ാം നൂറ്റാണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അനേകം പേർ വഴിതെറ്റിക്കപ്പെട്ടിരുന്നു.
1608 ഫ്രാൻസിലെ ഫാവർനിയിൽ ഈ സാഹചര്യത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. പെന്തക്കുസ്ത ദിവസത്തിൽ ജാഗരണ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് പൊതു ആരാധന നടന്നുവരവേ അന്ന് രാത്രിയിലുണ്ടായ അപ്രതീക്ഷിത തീപിടുത്തത്തിൽ അൾത്താരയും അവിടുത്തെ എല്ലാ വിശുദ്ധ ഉപകരണങ്ങളും കത്തി നശിച്ചു. പക്ഷേ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിരുന്ന അരുളിക്ക മാത്രം ആ തീപിടുത്തത്തിൽ യാതൊരു കേടുപാടുമേൽക്കാതെ നിലകൊണ്ടു. തീപിടിച്ച സമയത്ത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അരുളിക്ക ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്. കപ്പുച്ചൻ സന്യാസിമാരോട് ഉടനെ തന്നെ ഒരു അൾത്താര നിർമ്മിച്ച് തിരുവോസ്തി അവിടെ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിച്ചു. അവർ ഉടനെ തന്നെ കത്തിപ്പോയ പഴയ അൾത്താരയ്ക്ക് പകരം പുതിയ ഒരെണ്ണം നിർമ്മിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ കുർബാനാർപ്പണ വേളയിൽ തിരുവോസ്തി ഉയർത്തുന്ന ഭാഗം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അരുളിക്ക പതിയെ നീങ്ങി പുതിയ അൾത്താരയിൽ ചെന്നു ചേർന്നു. കാനോനിക പ്രക്രിയകൾ അവസാനിച്ച ശേഷം ജൂലൈ 10 ബിസാൻകോമിലെ ആർച്ച് ബിഷപ്പ് അത്ഭുതം യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കുകയും സെപ്റ്റംബർ 13 റോഡിയിലെ ആർച്ച് ബിഷപ്പ് പാപ്പയെ അത്ഭുതത്തെക്കുറിച്ച് രേഖാമൂലം അറിയിക്കുകയും പാപ്പയുടെ അനുവാദത്തോടെ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അത്ഭുതത്തോടെ ധാരാളം ജനങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കർത്താവ് ആകർഷിച്ചു. തീപിടുത്തത്തിൽ നിന്നും പുറത്തുവന്ന തിരുവോസ്തി ഇന്നും വണക്കത്തിലുണ്ട്. അൾത്താര കത്തിയപ്പോഴും അഗ്നിസ്പർശമേൽക്കാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അരുളിക്ക സത്യവിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ അനേകരെ സത്യസഭയുടെ മടിത്തട്ടിലേക്ക് തിരികെ എത്തിച്ചു. തീജ്വാലകളുടെ പ്രഹരമേൽക്കാതെ സംരക്ഷിക്കപ്പെട്ട ആ തിരുവോസ്തി പരിശുദ്ധ കുർബാനയിലെ പ്രപഞ്ച സൃഷ്ടാവിന്റെ സാന്നിധ്യത്തിന് അടയാളമായി ഇന്നും തുടരുന്നു. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും 11-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ട്രാനിയിൽ ഒരു സ്ത്രീ നടത്തിയ പ്രഹസനങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്തിനു മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ശേഷിപ്പിച്ച് നിലകൊള്ളുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിന് കാരണമാകുകയായിരുന്നു. തിരുവോസ്തിയിലെ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യത്തെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ ഒരു വിജാതീയ സ്ത്രീ ക്രൈസ്തവരായ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൂദാശ ചെയ്ത തിരുവോസ്തി കൈക്കലാക്കി. ക്രൈസ്തവ സുഹൃത്തുക്കൾക്കിടയിൽ സ്ഥാനം പിടിച്ച് അവരോടൊപ്പം നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആ സ്ത്രീ തിരുവോസ്തി നാവിൽ നിന്നെടുത്ത് തൂവാലയിൽ പൊതിഞ്ഞു പിടിക്കുകയും വീട്ടിൽ കൊണ്ടുവന്ന് വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച ശേഷം തിരുവോസ്തി അതിലിട്ട് പൊരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എണ്ണയോട് ചേർന്ന തിരുവോസ്തിയിൽ രൂപമാറ്റം സംഭവിക്കുകയും അത് രക്തമൊഴുകുന്ന യഥാർത്ഥ മാംസമായി തീരുകയും ചെയ്തു. ആ രക്തം അവളുടെ മേലും ആ വീട് മുഴുവനിലും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭയചകിതയായ സ്ത്രീ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുകയും കരച്ചിൽ കേട്ട് അനേകർ ഓടിയെത്തുകയും ഇവയ്ക്കെല്ലാം സാക്ഷികളാകുകയും ചെയ്തു. ഉടനെ തന്നെ ആർച്ച് ബിഷപ്പിനെ വിവരമറിയിക്കുകയും ആർച്ച് ബിഷപ്പ് ആ തിരുവോസ്തി ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. വിശുദ്ധ ആൻഡ്രൂസിന്റെ ദേവാലയത്തിൽ അവിടെ സിസ്റ്റേഷ്യൻ ആശ്രമാധിപനായിരുന്ന ഫെർഡിനാൻഡോ ഉഗല്ലി ഇറ്റാലിയ സാക്ര എന്ന ഗ്രന്ഥത്തിൽ എഴുതി, നമ്മുടെ വിശ്വാസത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ട്രാനിയിൽ തിരുവോസ്തി പൊരിക്കാൻ ഉദ്യമിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൽ ക്രിസ്തുവിന്റെ മാംസരക്തങ്ങൾ വെളിപ്പെടുകയായിരുന്നു. ഈ അത്ഭുതത്തിന് സ്ഥിരീകരണം എന്നോണം വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ ഭാഗ്യം ലഭിച്ചതാണ് ട്രാനിക്ക്. 1706 ആ സ്ത്രീയുടെ ഭവനം ദേവാലയമാക്കി മാറ്റി. ഒട്ടാവിയൻ ക്യാപിറ്റലി എന്ന പ്രഭു ഇതിനുവേണ്ട ചെലവുകൾ വഹിച്ചു. 1616 അത്ഭുത തിരുവോസ്തിയുടെ തിരുശേഷിപ്പ് ഫാബ്രീസിയ ഡി കുനിയോ സംഭാവന ചെയ്ത വെള്ളി കൊണ്ട് നിർമ്മിച്ച അരുളിക്കയിലേക്ക് മാറ്റി. കാലാന്തരത്തിൽ വിവിധ പരീക്ഷണങ്ങൾ ഈ തിരുശേഷിപ്പിൽ നടത്തുകയും രക്തത്തിന്റെ സാന്നിധ്യം പല പ്രാവശ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 1924 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് മോൺസിനോർ ജുസെപ്പെ മരിയ ലെയോയുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ പ്രസ്തുത സംഭവത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി വീണ്ടും സ്ഥിരീകരിച്ചു. സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിലുള്ള ഇറ്റലിയിലെ ട്രാനിയിലെ ദേവാലയത്തിൽ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ജീവൻ തുടിക്കുന്ന തെളിവുമായി അത്ഭുത തിരുവോസ്തി ഇന്നും വണക്കത്തിലുണ്ട്. അവഹേളനങ്ങളുടെയും അജ്ഞതയുടെയും മുനയൊടിച്ച് ട്രാനിയിൽ വെളിപ്പെട്ട ദിവ്യകാരുണ്യ ശക്തി തന്നെയാണ്
ഇന്ന് പൈശാചിക കുടിലതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷണം തേടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. കാരണം പരിശുദ്ധ കുർബാന പിശാചിനു മേൽ അധികാരമുള്ള കർത്താവായ യേശുവിന്റെ തിരുശരീര രക്തങ്ങളാണ്. ആയിരത്തി 1906 പസഫിക് കോസ്റ്റിലുണ്ടായ ഉൾക്കടൽ ഭൂകമ്പം അനേകയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചു. ജനുവരി 31 ടുമാക്കോ ദ്വീപിൽ രാവിലെ 10 മണിക്ക് ശക്തമായ ഭൂചലനമുണ്ടായി. തീരം വിഴുങ്ങുന്ന രീതിയിൽ കടൽ തിരകൾ ഉയരാൻ ആരംഭിച്ചു. ഗ്രാമവാസികളാകട്ടെ ദേവാലയത്തിലേക്ക് ഓടുകയും പരിശുദ്ധ കുർബാനയുമായി ഒരു പ്രദക്ഷിണം നടത്തണമെന്ന് ഫാദർ ജെറാർഡോ ലറോണ്ടോയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദേവാലയത്തിലുണ്ടായിരുന്ന ചെറിയ തിരുവോസ്തികൾ ഉൾക്കൊണ്ട ശേഷം വലിയ തിരുവോസ്തി അരുളിക്കയിൽ പ്രതിഷ്ഠിച്ച ശേഷം ഫാദർ ജെറാർഡോ തന്റെ അജഗണത്തോട് പറഞ്ഞു, "എന്റെ ജനമേ, നമുക്ക് കടൽ തീരത്തേക്ക് പോകാം. ദൈവം നമ്മുടെ മേൽ കനിയട്ടെ." ദിവ്യകാരുണ്യ യേശുവിന്റെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തിയ ജനം കരഞ്ഞ് നിലവിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഫാദർ ജെറാർഡോയ്ക്കൊപ്പം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിച്ചു. കലിതുള്ളി ഇരച്ചുവരുന്ന കടൽ തിരയിലെ വെള്ളത്തിൽ കാലെടുത്തു വെച്ച ശേഷം വൈദികൻ ശാന്തമായി തിരുവോസ്തി തിരമാലകൾക്ക് നേരെ ഉയർത്തുകയും കുരിശടയാളം കൊണ്ട് ആശീർവദിക്കുകയും ചെയ്തു. തൽക്ഷണം അവിശ്വസനീയമായ ശാന്തത എങ്ങും പരന്നു. ആർത്തിരമ്പി വന്ന തിരമാല അനുസരണയോടെ ഒരു നിമിഷം നിശ്ചലമായ ശേഷം വന്ന പോലെ തിരികെ പോകുകയാണ് ഉണ്ടായത്. ഫാദർ ജെറാർഡോയും ഒപ്പമുണ്ടായിരുന്ന ഫാദർ ജൂലിയനും അത്ഭുത സ്തബ്ധരായി. അത്ഭുതം, അത്ഭുതം എന്ന് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ജനം ആർപ്പു വിളിച്ചു. ടുമാക്കോ ഗ്രാമത്തെ മുഴുവനായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ഉയർന്നു വന്ന തിരമാലകൾ അതിശക്തമായ പ്രകൃത്യാതീത ശക്തിയുടെ സ്വാധീനത്താൽ നിഷ്പ്രഭമാകുകയും കടൽ സാധാരണഗതിയിൽ ആകുകയും ചെയ്തു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനും കടലിനു മീതെ നടന്നവനുമായ നസ്രത്തിൽ ജീവിച്ച് കാൽവരി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യ വിരുന്നിൽ സ്വയം മുറിച്ചു വിളമ്പുന്നത് എന്നതിന് സജീവ തെളിവായി മാറുകയായിരുന്നു സുനാമി തിരമാലകളെ ശാന്തമാക്കിയ ടുമാക്കോയിലെ ദിവ്യകാരുണ്യ അത്ഭുതം. ഒക്ടോബർ 21 ടിക്സ്ലേയിലെ സെയിന്റ് മാർട്ടിൻ ഓഫ് ടൂഴ്സ് ഇടവക ദേവാലയത്തിൽ ഫാദർ റെയ്മണ്ടോ റെയ്ന എസ്റ്റബൻ നയിക്കുകയായിരുന്ന ഇടവക ധ്യാന മധ്യേ അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ ഒരു അത്ഭുത സംഭവം അരങ്ങേറുകയുണ്ടായി. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് സഹായിച്ച ഒരു കന്യാസ്ത്രീ രക്തവർണമായ സ്രവം പുറപ്പെടുവിക്കുന്ന ഒരു തിരുവോസ്തി ശ്രദ്ധിക്കുകയും ഫാദർ റെയ്മണ്ടോയെ അറിയിക്കുകയുമായിരുന്നു. ചിൽപാൻസിംഗോ രൂപത ബിഷപ്പായിരുന്ന അലജോ സവാല കാസ്ട്രോ പ്രസ്തുത സംഭവത്തിന്റെ വിശദമായ പഠനത്തിനായി ഒരു ദൈവശാസ്ത്ര കമ്മിറ്റിയെ നിയോഗിച്ചു. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി ഗവേഷണങ്ങൾ നടത്തിയ ഡോക്ടർ റിക്കാർഡോ കെസ്റ്റാനോൻ ഗോമസ് തന്നെയാണ് ശാസ്ത്ര പഠനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയുക്തനായത്. 2009 ഒക്ടോബറിനും 2012 ഒക്ടോബറിനുമിടയിൽ ഗവേഷക സംഘം കണ്ടെത്തിയ വിശകലനങ്ങൾ 2013 മെയ് 25 ചിൽപാൻസിംഗോ രൂപത സംഘടിപ്പിച്ച ഇന്റർനാഷണൽ സിംബോസിയത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. വിശകലനങ്ങളിലെ കണ്ടെത്തലുകൾ ചുവടെ പറയുന്നവയാണ്. മനുഷ്യന്റെ DNA-യും ഹീമോഗ്ലോബിനും അടങ്ങിയ രക്തം തന്നെയാണ് സ്രവത്തിൽ ഉള്ളത്. 2 ഫോറൻസിക് വിദഗ്ധർ വ്യത്യസ്ത രീതിശാസ്ത്രങ്ങളിലൂടെ നടത്തിയ പഠനങ്ങളുടെ എല്ലാം ഫലം പരിശോധിച്ച പദാർത്ഥം ആന്തരികമായി ഉത്ഭവിച്ചവയാണ് എന്നായിരുന്നു. ബാഹ്യമായി ഓസ്തിയിൽ വെച്ചു പിടിപ്പിച്ചതാവാം സ്രവം എന്ന പ്രചരണം അങ്ങനെ നിരാകരിക്കപ്പെട്ടു. ടൂറിനിലെ തിരുക്കച്ചയിലും ലാൻജനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും കണ്ടെത്തിയ AB രക്തഗ്രൂപ്പിന് സമാനമായ രക്തസാമ്പിൾ തന്നെയാണ് പരിശോധിച്ച സ്രവത്തിലും ഉള്ളത്. മൈക്രോസ്കോപ്പിക് മാഗ്നിഫിക്കേഷന്റെ സൂക്ഷ്മ വിശകലനത്തിൽ 2006 ഒക്ടോബർ മുതൽ സ്രവ സാമ്പിളിന്റെ മുകൾ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിച്ചു തുടങ്ങിയിരുന്നതായും ഫെബ്രുവരി 2010 വിശകലനത്തിൽ ഉൾപാളികളിൽ പുതിയ രക്തത്തിന്റെ സാന്നിധ്യം ഉള്ളതായും കണ്ടെത്തി. റെഡ് ബ്ലഡ് സെല്ലുകളും വൈറ്റ് ബ്ലഡ് സെല്ലുകളും പ്രതിരോധ പ്രക്രിയയിലെ കോശങ്ങളായ മാക്രോഫേജുകളും രക്തസാമ്പിളിൽ സജീവമാണ്. മുറിവേറ്റ ജീവനുള്ള ശരീരഭാഗത്തിന്റെ പ്രതികരണ പ്രതിഭാസങ്ങളെല്ലാം രക്തസാമ്പിളിൽ പ്രകടമാണ്.
ബയോഫിസിയോളജിക്കൽ ഡൈനാമിസത്തിന്റെ വർധനവ് സൂചിപ്പിക്കുന്ന മീസൻകൈമൽ സെല്ലുകൾ സാമ്പിളിൽ വ്യക്തമാണ്. ജീവിക്കുന്ന ഹൃദയപേശികളാണ് സാമ്പിളിൽ ഉള്ളതെന്ന് ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് അലജോ സെവാലോ കാസ്ട്രോ ഇപ്രകാരം പ്രഖ്യാപിച്ചു: പ്രസ്തുത സംഭവങ്ങൾക്ക് സ്വാഭാവിക വിശദീകരണം ഇല്ല, കൃത്രിമ ഇടപെടലുകൾ ഒന്നും ഇതിലില്ല. 2013 ഒക്ടോബർ 12 പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിലെ പ്രകൃതിയാതീത സ്വഭാവവും ദൈവിക ഇടപെടലും പ്രഖ്യാപിച്ചുകൊണ്ട് രൂപതയുടെ ബിഷപ്പ് റെവറൻ അലജോ സെവാലോ കാസ്ട്രോ ഇടയലേഖനം പുറപ്പെടുവിച്ചു. പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ വിശദമായ പഠനങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങൾ ഇവയായിരുന്നു. സാധാരണയായി മരിച്ച് 48 മണിക്കൂറിനുള്ളിൽ ഹൃദയപേശികൾക്ക് ജീവന്റെ എല്ലാ സ്വഭാവങ്ങളും ഇല്ലാതാകും. 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ഹൃദയപേശികൾ ജീവനോടെ കണ്ടെത്തിയത് ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത പ്രതിഭാസമായി നിലകൊള്ളുന്നു. ഗ്വാട്ടിമലയിലെ ഫ്രാൻസിസ്കോ മാറക്വീൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കാർലോസ് പെറലഡ എടുത്ത ഫോട്ടോയിൽ ഹൃദയപേശികളുടെ ഫൈബറുകൾ സുവ്യക്തമാണ്. 2010 നടത്തിയ ഡിജിറ്റൽ മൈക്രോസ്കോപ്പിക് പെനട്രേഷനിൽ ഉൾപാളികളിലെ രക്തം പുതിയതാണെന്നും മുകൾ ഭാഗത്തേത് കട്ട പിടിച്ചതുമാണെന്ന് കണ്ടെത്തി. ഉൾഭാഗങ്ങളിൽ പുതിയ രക്തം കണ്ടെത്തിയത് രക്തം തിരുവോസ്തിയുടെ അന്തർഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും കൃത്രിമമായി പുറത്ത് നിക്ഷേപിച്ചതല്ലെന്നും അടിവരയിട്ട് തെളിയിക്കുന്നു. ബൊലീവിയയിലെ ജീനക്സ് ജനറ്റിക്സ് ലബോറട്ടറി ടൂറിൻ തിരുക്കച്ചയിലെയും ലാഞ്ചനോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലെയും രക്തസാമ്പിളിന് സമാനമാണ് പ്രസ്തുത സാമ്പിളെന്ന് സ്ഥിരീകരിച്ചു. DNA ടെസ്റ്റുകളൊന്നും വസ്തുനിഷ്ഠമായ നിഗമനങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധ മറിയത്തിൽ മനുഷ്യരൂപം സ്വീകരിച്ച യേശുവിന്റെ ജനിതക ഘടന ശാസ്ത്രത്തിന് വിവരിക്കാൻ സാധിക്കില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞർ ഇതിന് നൽകുന്ന വിശദീകരണം. സുവിശേഷ പ്രഘോഷണ വേദികളിൽ ആയിരങ്ങൾ തടിച്ചുകൂടുകയും അത്ഭുത രോഗശാന്തികളാൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുകയും കൂടുതലായി വൈദികർക്കായുള്ള ധ്യാനങ്ങൾ ആഗോള വ്യാപകമായി നടത്തുകയും ചെയ്യുന്ന സിസ്റ്റർ ബ്രീച്ച് മക്കെന്ന. സിസ്റ്ററിലൂടെ ദൈവം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത സൗഖ്യങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്ററിന് ദിവ്യകാരുണ്യത്തിലൂടെ ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്. 1946 അയർലൻഡിൽ ജനിച്ച ബ്രീച്ചിന്റെ അമ്മ 13-ാം വയസ്സിൽ മരിച്ചു. സന്യാസിനിയാകാനുള്ള അതിയായ ആഗ്രഹത്താൽ 14-ാം വയസ്സിൽ അവൾ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. 17-ാം വയസ്സിൽ അവൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബാധിച്ച് നടക്കാൻ പോലും ആവാത്ത രോഗാവസ്ഥയിലായി. ഒന്നും ചെയ്യാനില്ലെന്ന ഡോക്ടർമാരുടെ വിധിയെഴുത്തിന് മുന്നിൽ ശിഷ്ടകാലം വികലാംഗിയായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവൾ നടത്തി. തന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. 14-ാം വയസ്സിൽ മഠത്തിൽ പ്രവേശിച്ച് തന്റെ ആയുസ്സിന്റെ ഏറ്റവും സുന്ദരമായ കാലയളവ് കർത്താവിന് സമർപ്പിച്ചിട്ട് താനും കർത്താവും തമ്മിലുള്ള വ്യക്തിബന്ധത്തിലെ അകലം അവളെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. ശാരീരിക സൗഖ്യത്തിനു വേണ്ടിയായിരുന്നില്ല അവൾ പ്രാർത്ഥിച്ചത്. ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാനും സ്നേഹിക്കാനും വിശ്വസിക്കാനുമുള്ള ആഗ്രഹമായിരുന്നു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. 1970 ഡിസംബർ 9 ഫ്ലോറിഡയിൽ അവൾ ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ദിവ്യബലി മധ്യേ അവളുടെ ചിന്തകൾ വീണ്ടും അവളെ സംശയത്തിന്റെ നിഴലിൽ ആഴ്ത്തി. 24-ാം വയസ്സിൽ ചലനശേഷി നഷ്ടപ്പെട്ട തന്റെ അവസ്ഥ അവളെ അലട്ടി. യേശുവേ, എന്ത് വില കൊടുത്തും ഞാൻ അങ്ങയെ കണ്ടെത്തും, എന്നെ സഹായിക്കണേ, അവിടുത്തെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. തൽക്ഷണം തന്റെ ശിരസിൽ ഒരു കരസ്പർശം അവൾക്ക് അനുഭവപ്പെട്ടു. തന്റെ ശരീരമാകെ ഒരു ശക്തി നിറയുന്നത് അവൾ അറിഞ്ഞു. വളഞ്ഞുപോയ ഉറച്ചുപോയ തന്റെ എല്ലുകൾ നിവരുന്നു. തന്റെ മുറിവുകൾ ഇല്ലാതായിരിക്കുന്നു. രോഗത്തിന്റെ ലക്ഷണങ്ങൾ പോലും പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സന്തോഷ നിർവൃതിയിൽ എഴുന്നേറ്റ് നിന്ന സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ദൈവമേ, നീ ഇവിടെയുണ്ട്. ആർത്രൈറ്റിസ് രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചതിലുപരി ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ സിസ്റ്റർ ബ്രീച്ച് മക്കെന്ന അക്ഷരാർത്ഥത്തിൽ ഒരു പൂർണ്ണമായ ആന്തരിക രൂപാന്തരീകരണത്തിലേക്ക് കടന്നുവന്നു. അവൾ യേശുവിനെയും കത്തോലിക്ക വിശ്വാസത്തെയും പ്രണയിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ സക്രാരിയിൽ നിന്ന് അവൾ കേട്ടു, ഞാൻ നിനക്ക് രോഗസൗഖ്യം നൽകി. ദിവ്യകാരുണ്യ ഈശോയുടെ പ്രേക്ഷിതയായുള്ള സിസ്റ്ററിന്റെ ശുശ്രൂഷകളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ വലിയ കവിഞ്ഞൊഴുക്കാണ്.
ക്യാൻസർ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നു, അന്ധർ കാണുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ദർശനങ്ങളും അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന അവളുടെ ദിവ്യകാരുണ്യ പ്രേഷിതത്വം ഇന്ന് പ്രധാനമായും വൈദികരുടെ ധ്യാനഗുരു എന്ന ശുശ്രൂഷയിലേക്ക് അവളെ എത്തിച്ചിരിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുമായും ഫ്രാൻസിസ് പാപ്പയുമായും സിസ്റ്റർ ബ്രീച്ച് മക്കെന്ന കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തത്തിലൂടെ കൈവരുന്ന ശാരീരികവും ആന്തരികവുമായ സമ്പൂർണ്ണ രൂപാന്തരീകരണത്തിനുള്ള ജീവിക്കുന്ന തെളിവായി പരിശുദ്ധ കുർബാനയിലൂടെ കത്തോലിക്ക സഭയ്ക്കുള്ള സമ്പന്നതയും ശ്രേഷ്ഠതയും അനന്യതയും ലോകത്തോട് വിളിച്ചു പറയുന്ന ദിവ്യകാരുണ്യ പ്രേക്ഷിതയായി സിസ്റ്റർ ബ്രീച്ച് മക്കെന്ന തന്റെ സുവിശേഷ വേല ഇന്നും തുടരുന്നു. ആയിരത്തി 263 ബോൾസനോയിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതം വത്തിക്കാനിലെ ചുവർ ചിത്രങ്ങളിൽ ഇടം നേടിയ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളതിനെപ്പറ്റിയുള്ള ഒരു വൈദികന്റെ സംശയത്തെ ദൂരീകരിക്കുന്നതായിരുന്നു ഈ അത്ഭുതം. 1263 ജർമ്മൻ പുരോഹിതനായ പ്രാഗിലെ ഫാദർ പീറ്റർ റോമിലേക്കുള്ള തീർത്ഥാടന മധ്യേ വിശ്രമിക്കാൻ ബോൾസേന പള്ളിയിൽ തങ്ങി. തിരുവോസ്തിയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ഉണ്ടോ എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വിശുദ്ധ ക്രിസ്റ്റീനയുടെ കബറിടത്തിന് മുകളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കവേ കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച ഉടൻ തിരുവോസ്തിയിൽ നിന്നും രക്തം ഒഴുകി. വൈദികന്റെ കയ്യിലും രക്തം പുരണ്ടു. ആദ്യം ഈ അത്ഭുതം മറയ്ക്കാനാണ് അദ്ദേഹം നോക്കിയത്. എന്നാൽ ഉടൻ തന്നെ പരിശുദ്ധ കുർബാന നിർത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട് തന്നെ ഓർവിറ്റോ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെയായിരുന്നു ഉർബൻ 6 പാപ്പ താമസിച്ചിരുന്നത്. പാപ്പ അന്വേഷകരെ അങ്ങോട്ട് അയച്ചു. കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ പാപ്പ മാംസമായി മാറിയ തിരുവോസ്തിയും രക്തം പുരണ്ട ലിനൻ തുണിയും കൊണ്ടുവരാൻ മെത്രാനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ തിരുശേഷിപ്പ് കത്തീഡ്രൽ പള്ളിയിൽ സൂക്ഷിച്ചു. രക്തത്തുള്ളികൾ വീണ ലിനൻ തുണി വലിയ വണക്കത്തോടെ ഓർവിറ്റോ കത്തീഡ്രൽ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അത്ഭുതത്തിൽ ആകൃഷ്ടനായ ഉർബൻ 6 പാപ്പ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. അതിൻ പ്രകാരം പരിശുദ്ധ കുർബാനയ്ക്കും ആരാധനാക്രമത്തിനും വേണ്ടി ഒരു ഓഫീസ് തുറന്നു. കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ സഭയിൽ ഏർപ്പെടുത്താനാണ് പ്രധാനമായും ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 1264 ഓഗസ്റ്റിലെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ശേഷം തോമസ് അക്വിനാസിന്റെ പഠനങ്ങളും റിപ്പോർട്ടും ഉർബൻ 6 പാപ്പ ആളുകൾക്ക് പരിചയപ്പെടുത്തി. ഇതേ തുടർന്ന് മാർപ്പാപ്പയുടെ ഉത്തരവനുസരിച്ച് തിരുസഭയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ഞായർ കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ച കോർപ്പസ് ക്രിസ്തി അഥവാ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തിരുനാൾ ആരംഭിച്ചു. പരിശുദ്ധ കുർബാന എന്ന ലോകത്തിലെ അത്ഭുതങ്ങളിൽ മഹാത്ഭുതത്തിൽ സംഭവിക്കുന്ന യേശുവിന്റെ ബലിയുടെ ആവർത്തനത്തിനും അവിടുത്തെ രക്തം ചിന്തലിനുമുള്ള കാണപ്പെടുന്ന നിഷേധിക്കാനാവാത്ത തെളിവായും സഭയിൽ അതിപ്രധാന തിരുനാളായ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് നിദാനമായ അത്ഭുതത്തിന് തെളിവായും ബോൾസനയിലെ ദിവ്യകാരുണ്യാത്ഭുതത്തിന്റെ തിരുശേഷിപ്പ് ഇന്നും വണക്കത്തിലുണ്ട്. ആയിരത്തി 270 ഫ്ലോറൻസിൽ ജനിച്ച വിശുദ്ധ ജൂലിയാന സിസ്റ്റേഴ്സ് ഓഫ് ദ തേർഡ് ഓർഡർ ഓഫ് ദ സെർവൈറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ കന്യാവ്രതം തീരുമാനിച്ച അവൾക്ക് പരിശുദ്ധ കുർബാനയോട് അതീവ ഭക്തിയുണ്ടായിരുന്നു. ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവളെ ഉദരസംബന്ധമായ ഒരു രോഗം ബാധിക്കുകയും മനം പെരുട്ടലും ഛർദിയും മൂലം അവൾക്ക് ഒന്നും ഭക്ഷിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും അവൾക്ക് അസാധ്യമായി വന്നു. 1341 71 വയസ്സിൽ തന്റെ മരണം സമീപിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയ ജൂലിയാന തന്റെ അന്ത്യാഭിലാഷമെന്നോണം പരിശുദ്ധ കുർബാന തന്റെ മുറിയിൽ കൊണ്ടുവരണമെന്നും തനിക്ക് തന്റെ ദിവ്യകാരുണ്യനാഥന്റെ സവിധത്തിൽ ആയിരിക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് അവളുടെ അഭ്യർത്ഥന പ്രകാരം അവളുടെ ഹൃദയഭാഗത്ത് കൂദാശ ചെയ്ത തിരുവോസ്തി വെക്കുകയും തന്റെ ദിവ്യനാഥന്റെ ഹൃദയത്തോട് തന്നെ ചേർത്തുവെച്ച് അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ,
ആ തിരുവോസ്തി അവിടെ കണ്ടുനിന്നവരുടെ കൺമുന്നിൽ വെച്ച് അപ്രത്യക്ഷമാവുകയായിരുന്നു. വൈകാതെ ജൂലിയാന സമാധാനത്തോടെ 1341 ജൂൺ 19 നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അവളുടെ മൃതശരീരം അടക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾക്കിടെ അവളുടെ ഹൃദയഭാഗത്ത് തിരുവോസ്തിയുടെ ആകൃതിയിലുള്ള ഒരു വൃത്ത അടയാളവും നടുവിലൊരു കുരിശും കണ്ടെത്തിയതായി ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തി. 1737 ക്ലെമന്റ് 12 മാർപ്പാപ്പ ജൂലിയാനയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മനുഷ്യബുദ്ധിയെ അമ്പരിപ്പിച്ച് ശാസ്ത്രത്തിനു മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തി തന്റെ ഓർമ്മയ്ക്കായി യുഗാന്ത്യം വരെ നിലകൊള്ളുമെന്ന അന്ന പെസഹ നാളിലെ നമ്മുടെ കർത്താവിന്റെ വാക്കുകളുടെ ജീവിക്കുന്ന തെളിവുകളായി, അനിഷേധ്യങ്ങളായ പ്രപഞ്ച സത്യങ്ങളായി, ജീവൻ തുടിക്കുന്ന രക്തശരീരങ്ങളായി, കാലവും ചരിത്രവും ശാസ്ത്രവും സഭയും വിശ്വാസികളും നിരീശ്വരവാദികളും അംഗീകരിച്ചവയായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നിലകൊള്ളുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിന് ലോകമെങ്ങുമുള്ള സക്രാരികളിൽ ഒരു തടവുകാരനെ പോലെ സ്വയം ശൂന്യനായി കാത്തിരിക്കുകയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. മാംസരക്തങ്ങളായി മാറിയ അപ്പവും വീഞ്ഞും, അഗ്നിബാധയിൽ തീസ്പർശമേൽക്കാത്ത തിരുവോസ്തിയും, കലിത്തുള്ളിയെത്തിയ സുനാമി തിരമാലകൾ ഒരു ചെറിയ അപ്പക്കഷണത്തിനു മുൻപിൽ ശാന്തമായതും, തിരുവോസ്തി മാത്രം ഭക്ഷിച്ച് അനേക വർഷങ്ങൾ ഉപജീവനം നടത്തിയ വിശുദ്ധാത്മാക്കളുമെല്ലാം പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യത്തിനുള്ള ജീവിക്കുന്ന തെളിവുകൾ തന്നെ. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അഴുകാത്ത തിരുവോസ്തികളും ഹൃദയത്തുടുപ്പ് കാണപ്പെട്ട തിരുവോസ്തിയും ഇന്നും വണങ്ങപ്പെടുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തിരുശേഷിപ്പുകളുമെല്ലാം അവിശ്വാസികളുടെ ഹൃദയം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് തുറക്കുകയും വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കൊച്ചു കേരളത്തിലും കഞ്ചിക്കോട് റാണിയുടെ നാവിൽ തിരുവോസ്തി മാംസരക്തങ്ങളായി മാറിയത് നേരിൽ ദർശിച്ചവർ നമുക്കിടയിലുണ്ട്. മനുഷ്യ സ്നേഹത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ജീവിതം ഒരു കഥനക്കഥയായി എഴുതി തീർക്കുന്നവർ തിരിച്ചറിയട്ടെ. ജീവൻ പകുത്തു നൽകി ഓരോ ദിവ്യ ബലിയിലും നമ്മെ കാത്തിരിക്കുന്ന മാറ്റമില്ലാത്ത, മറക്കില്ലാത്ത വിശ്വസ്ത സ്നേഹത്തിന്റെ ഒരേയൊരു ഉറവിടമായ യേശുക്രിസ്തു തന്നെയായ ജീവന്റെ അപ്പത്തെ, അത്ഭുതങ്ങളിൽ മഹാത്ഭുതമായ, ശാസ്ത്ര വിശദീകരണങ്ങൾക്ക് അതീതമായ പരിശുദ്ധ കുർബാനയാകട്ടെ നമ്മുടെ അനുദിനമുള്ള യഥാർത്ഥ ഭക്ഷണം. നിത്യജീവന്റെ ആ അപ്പം നിത്യഭവനത്തിൽ യേശുവിൽ ഒന്നാകുവോളം നമ്മുടെ അനുദിന മന്നയാകട്ടെ. എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ.